ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ഒരു ചായക്കടിയായല്ലോ, അതും വെറൈറ്റി ആയിട്ട് ചായക്കടി. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഉള്ളിയും മസാലകളൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ 1.5 ഉള്ളിയാണ് എടുത്തത്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 2 പച്ചമുളകാണ്, 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കണേ. ഞാൻ കുറച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കടലപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായി കലക്കിയെടുക്കണം. ഇത് നല്ല കട്ടി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മളെ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും മസാലയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വെന്തിട്ട് ഉരുളക്കിഴങ്ങ് നമുക്കിതിൽ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ മസാലയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കണം. അതിന് ശേഷമാണ് ഇതിൽ കുറച്ച് ഗരം മസാല പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി മസാല പൗഡറാണ്, അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇത് നമുക്ക് വൈകുന്നേരം ചായക്കും നോമ്പായാലും ഒക്കെ നമുക്ക് പെട്ടെന്നാക്കാൻ പറ്റിയൊരു കടിയാണ് ചായക്കടി.
ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തത്. ഇനി നമ്മൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതെടുക്കൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഇത് ഏകദേശം നമ്മളായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ വറുത്തെടുക്കാം. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചായക്കടി റെഡിയായി കണ്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല വെറൈറ്റി